ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പോരാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി ചോക്ലേറ്റ് ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് റാഗി ഫ്ലവർ എടുത്ത് ഞാൻ തീയിൽ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ടൊക്കെ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് അരിച്ചരിച്ച് ചേർക്കാം. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി 2 പഴം, പിന്നെ ചൂടുപാലിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് ഒരു 10-12 ഡേറ്റ്സ്, ഇച്ചിരി വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 1/4 കപ്പ് ഗ്രീക്ക് യോഗർട്ട് എന്നിവ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർത്തിട്ട് ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ മിക്സ് ചെയ്യാം. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാം മിൽക്ക് കൂടെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ കാണിക്കുന്ന സ്റ്റെപ്പ് തീർത്തും ഓപ്ഷണലായ സ്റ്റെപ്പാണ്. ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യുന്ന ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിനെ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഫാരനൈറ്റിൽ 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെലീഷ്യസ് ഈസി ആൻഡ് ഹെൽത്തി കേക്ക് റെഡി.